everybody, welcome to Sophie Talks, and today's topic is trigonometry. Sine 0 degree is equal to 0 and tan 0 degree equal to 0. So നമുക്ക് by heart ചെയ്യാൻ എളുപ്പമാണ്. Sin 0 equal to tan 0 is equal to 0. ഓക്കെ, അതുപോലെ നമ്മൾ കോമൺ വാല്യൂസ് നോക്കുക. ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. cos 0 degree is equal to sec 0 degree is equal to 1. Okay, then tan 0 degree sin 30 degree equal to 1 by 2. Next 1 by 2 എവിടെയാണുള്ളത്? See, cos 60 degree. So sin 30 degree is equal to cos 60 degree is equal to 1 by 2. Next 1 by root 2. Sin 45 degree is equal to cos 45 degree is equal to 1 by root 2. See, രണ്ടും 1 by root 2 ആണ്. Okay. Next, root 3. Root 3 cot 30 degree is equal to tan 60 degree is equal to root 3. Okay. Then minus 1. Cos 190 degree is equal to cos 270 degree is equal to minus 1. ഇങ്ങനെ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കുക. See next slide. See, അതാണ് നമ്മളിവിടെ കണ്ടത്. നമ്മളൊരു ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഈസി ആണ്, അന്നേരം നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ എല്ലാവരും ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഈസ് സം എക്സാമ്പിൾസ്. ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ, കോസ്, ടാൻ, കൊസീക്, കോട്ട് ആൻഡ് സീക്ക്. ഓക്കെ, എപ്പോഴായാലും നമ്മൾ ട്രിഗണോമെട്രി ചെയ്യുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന് മാത്രമാണ്. ഓക്കെ, സി എ ബി സി, ബി എന്ന് പറയുന്നതാണ് റൈറ്റ് ട്രയാങ്കിൾ. ആൻഡ് എ സിയുടെ ലെങ്ത് 5, എ ബിയുടെ ലെങ്ത് 4, ബി സിയുടെ ലെങ്ത് 3. ഹിയർ സൈൻ തീറ്റ നമ്മൾ എങ്ങനെ കാണും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റയാണ് നമുക്ക് കാണേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 ബൈ ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, ഹൈപ്പോട്ന്യൂസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് ഓപ്പോസിറ്റ് വശത്ത് കിടക്കുന്ന നീളമുള്ള സൈഡ്, അതാണ് എ സി, 5 സെൻറ്റിമീറ്റർ. സോ 4 by 5. Cos theta is equal to adjacent side by hypotenuse. What is adjacent side? Cos theta യുടെ adjacent side ആണ് 3. Cos നമ്മുടെ ആംഗിൾ തീറ്റ, ഈ ആംഗിളിന് തീറ്റ ഡിഗ്രിക്ക് അടുത്ത് കിടക്കുന്ന ഇതാണല്ലോ adjacent സൈഡ്. സോ cos theta is equal to 3 by hypotenuse അഥവാ കർണം എന്ന് പറയുന്നത് 5 ആണ്. ഓക്കെ, tan theta is equal to opposite side is 4 by adjacent side is 3. Okay, 4 by 3. അതാണ് SOH. Sin theta is equal to opposite side by hypotenuse. Cos theta is equal to adjacent side by hypotenuse. And tan theta is equal to opposite side by adjacent side. ഇതെല്ലാം നമ്മൾ ബൈ ഹാർട്ട് ചെയ്യാതെ ഒരു മാർഗ്ഗമില്ല. നമ്മൾ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി ബേസിക്സ് ആണ് ഇതെല്ലാം ട്രിഗണോമെട്രിയുടെ. എല്ലാ സ്റ്റുഡൻസും ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കൊസിക് തീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ സൈൻ തീറ്റ. ഓക്കെ, 1 ബൈ സൈൻ തീറ്റ ഹിയർ 4 ബൈ 5 ആണ് നമ്മുടെ വാല്യൂ. സോ 1 ബൈ സൈൻ തീറ്റയ്ക്ക് പകരം നമ്മൾ 4 ബൈ 5 എഴുതി. ഇത് 1 ബൈ 4 ഇൻറ്റു 5 ബൈ, ഈ 5ന് താഴെ 1 ഉണ്ടെന്നാണ് ഇമാജിനറി. 5 എന്ന് പറഞ്ഞാൽ 5 ബൈ 1 ആണ്. സോ 1 ബൈ 4 ഇൻറ്റു 5 by 1, that is 5 by 4. Okay, sec theta is equal to 1 by 3 by 5. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 3 ഇൻറ്റു നമുക്ക് എങ്ങനെയാണ് 5 by 3 കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സി, ഇവിടെ ഈക്വൽ ടു 1 by 3 by 5നെ നമുക്ക് 1 by 3 ഇൻറ്റു നമ്മുടെ ഈ 5 അങ്ങ് മേളിൽ പോവും, ന്യൂമറേറ്ററിൽ പോവും. ഓക്കെ, ദെൻ ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ പോവും. 5 ബൈ, ഈ 5 എന്ന് പറഞ്ഞാൽ ഇത് അംശത്തിൽ പോകുമ്പോൾ ന്യൂമറേറ്റർ അഥവാ അംശത്തിൽ പോയി കഴിഞ്ഞാൽ താഴെ ഡിനോമിനേറ്റർ 1 ഉണ്ട്. ഓക്കെ, ഈസ് ഈക്വൽ ടു 5 by 3. 1 into 5, 5 by 1 into 3, 3. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂസ് എല്ലാം കിട്ടുന്നത്. ഓക്കെ, cot theta is equal to 1 by tan theta, that is 1 by 4 by 3.
Okay, then 3/4 നമുക്ക് കിട്ടും. Okay, let's see next example. Find sin A, cos A, tan A, cosec A, sec A, cot A. Here നമ്മുടെ ആംഗിൾ നമ്മൾ ഇട്ടിട്ടില്ല, നമുക്ക് ആംഗിൾ ഇടാം. ഇവിടെ നമ്മുടെ ആംഗിൾ എ ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ആംഗിൾ, ദിസ് ഈസ് എ. ഈ ആംഗിളാണ് എ. ഓക്കെ, എ ബി 12 സെൻറ്റിമീറ്റർ, ബി സി 5 സെൻറ്റിമീറ്റർ. എ സി നമ്മൾ പിന്നെ കണ്ടുപിടിക്കുന്നതാണ് 13 സെൻറ്റിമീറ്റർ. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് എ സി. ഇൻ ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾ അറ്റ് ബി, റൈറ്റ് ആംഗിൾ ആണ് ബി, ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾ അറ്റ് ബി. Then AB is equal to 12 centimeter, BC is equal to 5 centimeter, and AC is equal to, AC നമുക്ക് കണ്ടുപിടിക്കണം. Find sin A, cos A, tan A, cosec A, sec A and cot A in triangle ABC. നമുക്ക് എങ്ങനെയാണ്, രണ്ട് വശം മാത്രമേ തന്നിട്ടുള്ളൂ. എ സി അഥവാ ഹൈപ്പോട്ടന്യൂസ് നമുക്ക് തന്നിട്ടില്ല. അത് നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ എ സി ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ അഥവാ കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ അഥവാ പാദം സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അഥവാ ലംബം സ്ക്വയർ. ഓക്കെ, അതാണ് എ സി സ്ക്വയർ. എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ. എ ബി ഹിയർ 12 centimeter, 12 square plus BC square is 5 square. Okay, then 12 square is equal to 144 plus 5 square is equal to 25 is equal to 169. 169 കിട്ടും നമുക്ക്. ദെൻ എ സി സ്ക്വയർ ആണ് 169. നമ്മൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, 169ൻ്റെ സ്ക്വയർ റൂട്ട് 13 സെൻറ്റിമീറ്റർ. നമുക്ക് അതുകൊണ്ട് എ സി എന്ന് പറയുന്ന സൈഡ് കിട്ടി. അപ്പം നമുക്ക് 3 സൈഡ്സും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സൈൻ എ, കോസ് എ, ടാൻ എ ഈ റേഷ്യോസ് എല്ലാം കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ, സൈൻ എ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നേരം സൈൻ എ നമുക്ക് സൈൻ എ കണ്ടുപിടിക്കാൻ ബി സി ബൈ എ സി. ബി സി ബൈ എ സി, ബി സി എന്ന് പറയുന്ന സൈഡ് 5, എ സി എന്ന് പറയുന്ന സൈഡ് 13. അങ്ങനെ ഓരോ വാല്യൂസും കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആ ഓരോന്നിൻ്റെ ഏത് സൈഡാണെന്ന് വെച്ചാൽ അത് എഴുതിയിട്ട് അതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ടാനെ അങ്ങനെയാണ്, അഡ്ജസൻറ്റ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, കോസേക്ക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ 1/sin A 13/5. CK എന്ന് പറഞ്ഞാൽ 1/cos A 13/12 ആൻഡ് cot A എന്ന് പറഞ്ഞാൽ 1/tan A 12/5. ഓക്കെ, that's all for today and thanks for watching. Please do subscribe my channel. Bye.